ഓൾട്ടർ, യാഗപീഠത്തെ ശുദ്ധീകരിക്കുക. യാഗപീഠത്തിന്മേൽ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പം ദിനംപ്രതി ഒരു യാഗവസ്തുവായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു സ്വയമായിട്ട് നമ്മളെ തന്നെ വെടിഞ്ഞു കൊടുക്കണം. കർത്താവേ, നീ എന്നെ ഭരിക്കണം. അത് എളുപ്പമല്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ അത് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട 2-3 പോയിൻറ്റുകൾ ഇതിനകത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2 പാർട്ട് 2 ആയിട്ട്. പാർട്ട് 1 എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു പരീശന്മാരോടും സാദൂക്യരോടും ആകാശത്തിൽ നിന്ന് അടയാളം വേണം എന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിയമം അറിയാവുന്നവരായിട്ടുള്ള സാദൂക്യരും പരീശന്മാരും എന്ത് പുതിയ നിയമം, പുതിയ അടയാളമാണ് ഞങ്ങൾക്ക് നീ തരുന്നത് എന്ന് നമ്മളിതല്ലേ ചോദിക്കുന്നത്. പുതിയ അടയാളങ്ങൾ എന്ത്, പുതിയ വാഗ്ദത്തങ്ങൾ എന്ത്? പുതിയ തന്ന വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ അറിയാമോ? എല്ലാം പുതിയത് വേണം. ദി പവർ ഓഫ് കൺസിസ്റ്റൻസി. അതായത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വരുമ്പം എല്ലാം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറാത്തതായ ചില സത്യങ്ങൾ ഉണ്ട് എന്ന് ആരെങ്കിലും എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ബിക്കോസ് ഈ മാറിപ്പോയി കുഴിയിൽ ചെന്ന് വീണ് കഴിഞ്ഞിട്ട് ആരും കാണത്തില്ല. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ പോയിട്ട് നമ്മുടെ ബുദ്ധി മന്ദിച്ച്, പണ്ടൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ ഏത് ഭാഗം ചോദിച്ചാലും കണ്ടുപിടിക്കാൻ അറിയാം. ഇപ്പം പലപ്പോഴും ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കുന്നതിന് എവിടെയാണെന്നുള്ള ഓർക്കാൻ ബുദ്ധി മന്ദിക്കാൻ തുടങ്ങും. As the more you sharpen your brain, you get more awareness of it. അതില്ലെങ്കിലും ബുദ്ധി മന്ദിച്ചു പോകും. കുറച്ച് കഴിയുമ്പം തല ചെറുതാകും, ശരീരം വലുതായി മാറുന്ന ഒരു ഗതികേട് വരും. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളാകുന്ന ശരീരത്തെ, ഞാനാകുന്ന എൻ്റെ ദൈവം വസിക്കുന്ന ആലയത്തെ ഞാൻ ശുദ്ധീകരിക്കും ദിനം പ്രതി. അതെൻ്റെ ജോലിയാണ്. അതിന് വേറെ ആരും എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. ദ മോമെൻറ്റ് ഐ ടേക്ക് അപ്പ് ദാറ്റ് ഡിസിഷൻ. അതുകൊണ്ടാണ് പുത്രനാം ദൈവം തമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ അതിരാവിലെ എഴുന്നേറ്റ്, മർക്കോസിൻ്റെ സുവിശേഷം 1:35, ഇംഗ്ലീഷിൽ 35-36, മലയാളത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. അതിരാവിലെ യേശുക്രിസ്തു എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്ത് പോയിരുന്ന് പിതാവിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു കാലയളവിൽ ആരെങ്കിലും വിജന സ്ഥലത്ത് പോയിരുന്ന് ദൈവത്തെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ വിശ്വാസികളുടെ ക്രിസ്ത്യാനികളെ കുറിച്ച്. ഈ ഓങ്കിച്ചോ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു തുറന്ന ഒരു സ്ഥലം എടുത്തിട്ട് ചെറിയ ചെറിയ സെല്ലുകൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് സോളിറ്ററി പ്രെയറിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. അതോടുകൂടി ആ ചർച്ച് ഒത്തിരി വലുതായി. അതായത് ഓരോ സിംഗിൾ ഇൻഡിവിജ്വലും ഓരോ വ്യക്തിയും ദൈവത്തോട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കാണേണ്ടത്, ഇവിടുന്ന് നമ്മൾ ദൈവത്തോട് ബന്ധം വെക്കുമ്പോൾ ഇവിടെ ഒരു ഗോവേണി വെക്കുകയാണ് ദൈവത്തിൻ്റെ. അത് നമ്മൾ യാക്കോബ് കണ്ട ഗോവേണി പോലെ തന്നെ ഒരു ബഥേലായിട്ട് ഇതിനെ സ്ഥാപിക്കണമെങ്കിൽ ഞാനും ദൈവവുമായിട്ടുള്ള സോളിറ്ററി, അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി ദൈവവുമായിട്ട് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തപ്പോൾ നമ്മൾ 1-2 പേരെ കൂടെ, ഞങ്ങൾക്ക് ചെറിയ ഗ്രൂപ്പുണ്ട്, 3-4 പേര് വെച്ച് പ്രാർത്ഥിക്കും. അതൊരു പ്രാർത്ഥിക്കുന്ന ഒരു ശീലമായി മാറും. പക്ഷേ കുറച്ച് കഴിയുമ്പം അതിന് വീര്യം കുറയും. ബിക്കോസ് ഞാനും ദൈവവുമായിട്ടുള്ള, മണവാളനും മണവാട്ടിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അതിൽ കൂടുതൽ സന്തോഷം വരുമ്പം പിന്നെ നമുക്ക് അധികം ആളുകൾ കൂടെ പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല. പക്ഷേ ഇടയ്ക്ക് പ്രാർത്ഥിക്കും, അവരുടെയും നമ്മുടെയും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ബലത്തിന് വേണ്ടി. ബട്ട് ദ പേഴ്സണൽ കണക്ഷൻ അത് ശരിയാണ്. ഇതെല്ലാം ഈ വചനങ്ങൾ അറിയാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ടോ ദൈവത്തിൻ്റെ സത്യം അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ തന്നെ അന്ന് വചനം അറിയാവുന്ന ആളുകൾ, പരീശന്മാരും സാധുക്യന്മാരും വന്നിട്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി എന്ത് അടയാളമാണ് നീ തരുന്നത് എന്ന് ചോദിക്കുമ്പം യേശു ക്രിസ്തു തിരിച്ചു പറയുന്ന വാക്യമാണ് 16, മത്തായിയുടെ സുവിശേഷം 16:2. സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടിച്ചു വന്ന് കണ്ടാൽ അത് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. ശരിയല്ലേ? നമ്മൾ രാവിലെ ഫോട്ടോ എടുക്കുന്നവർക്ക്, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക്, നമ്മൾ ഫ്ലോറിഡയിലൊക്കെ ചെല്ലുമ്പോൾ സരസോട്ട എന്ന ബീച്ചിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും. വൈകിട്ട് ഒരു 6-7 ഇടയ്ക്ക് സൂര്യൻ അസ്തമിക്കുമ്പം ആകാശത്തെ കളറ് കാണാൻ എന്തൊരു മനോഹര. ഇന്നലെ എടുത്ത പടമല്ല ഇന്ന് എടുക്കുന്നത്, അതുപോലെ മനോഹരമായിട്ട് ആകാശം പെയിൻറ്റ് ചെയ്ത് വെക്കും ദൈവം ദിനം പ്രതി. നമുക്ക് ഈ ചേഞ്ച് ഉണ്ട്. അത് കാണുമ്പം നമ്മൾ ഈ ആകാശത്ത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ സ്കൈ, നല്ല ഓറഞ്ച് യെല്ലോ കളറാണെങ്കിൽ അന്നേരം മഴയും പെയ്യാൻ പോകുന്നില്ല,
അവിടെ എങ്ങും കാറ്റും കോളും വരാൻ പോകുന്നില്ല. വി ആർ വെരി സ്റ്റേബിൾ, കോൺസ്റ്റൻറ്റ്. എന്നാൽ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് മഴ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാനൊക്കും. അത് ഇവിടെ ഉള്ളവർക്ക് നമുക്കും അറിയാം. രാവിലെ തോറും നമ്മൾ നോക്കും, ആകാശത്തിലേക്ക് നോക്കി. ഇപ്പോഴല്ലേ വെതർ ഫോർകാസ്റ്റ്, അതില്ലായിരുന്നല്ലോ പണ്ട് കാലങ്ങളിൽ. എങ്ങനെയാണ് ആകാശത്ത് നോക്കി ഡിസേൺ ചെയ്യാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചു പറയുന്നു, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ അത് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? അതായത് ദൈവം വളരെ സങ്കടത്തോട് പറയാണ്, ആകാശത്തിലെ എൻ്റെ സൃഷ്ടികളെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നാലും ഈ കാലലക്ഷണങ്ങൾ, ഡിസ്പെൻസേഷൻ ഉണ്ട്. ദൈവത്തിൻ്റെ ഡിസ്പെൻസേഷൻ ഓഫ് ടൈം, ഇൻ എ സെൻസ് ഡിസ്പെൻസേഷൻ ഓഫ് ലോ, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, ഇങ്ങനെ പല പീരിയഡുകളിൽ. ഇപ്പം നമ്മൾ കൃപായുഗത്തിൽ ജീവിക്കുന്നവർ ദൈവത്തോട് മറുത്ത് നിൽക്കാതെ ദൈവത്തെ മനസ്സിലാക്കി ജീവിപ്പാൻ പഠിക്കുവീൻ. ശരിയാണ്, നോളജ് ഈസ് ഗ്രോയിങ്. എന്ത് നോളജാ? മനുഷ്യൻ ചൊവ്വുള്ളതല്ല. സ്വന്തം അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അപ്പൻ കുഞ്ഞുങ്ങളെ വെട്ടുന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, അപ്പനമ്മമാർ മക്കളെ തള്ളിക്കളയുന്നു. ഇന്ന് ഈ അടുത്തിട്ട് തന്നെ നമ്മൾ വായിച്ചില്ലേ, ഒരു കൊച്ചു കുഞ്ഞ് 2 വയസ്സുള്ള കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടേച്ച് പോയിരിക്കുന്നു. അതൊക്കെ അങ്ങോട്ട് ഓർക്കുമ്പോൾ ഈ സ്നേഹവാനാകുന്ന ദൈവത്തെ മറന്ന് നമ്മൾ എത്രമാത്രം ദുഷ്ടശക്തിക്ക് അടിമയായി പോകുന്നു. അത്ര ബലഹീന, മനുഷ്യന് വഹിക്കാൻ വയ്യാത്ത പോലെ ടെൻഷനാകും. മനുഷ്യൻ എന്തും ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കണം. സമാധാനം യേശു എപ്പോൾ വന്നാലും പറയുന്ന ഒരു സത്യമാണ്, സമാധാനം സമാധാനം സമാധാനം. ലോകം തരുന്ന സമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ കാലം ഗതികൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പം അതിനുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുന്നില്ല. ഇത് കർത്താവിടുത്തെ പറയുന്നത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. പിന്നെ അവൻ അവരുടെ വിട്ടുപോയി. അത് എന്ത് അടയാളമാണ് നിങ്ങൾക്ക് വേണ്ടിയത്? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. അതായത് ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിട്ടും നിങ്ങൾക്ക് അടയാളം വേണമെന്ന്. വ്യഭിചാരം എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ വ്യഭിചാര കുറ്റത്തിന് ഒരാളെ കൊല്ലണമെന്ന് പറയുന്നു. ആത്മീയ വ്യഭിചാരം എന്ന് പറയുന്ന സത്യദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവനെ തന്നെ വെളിപ്പെടുത്തി കാണിച്ചിട്ടും നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കാതെ എനിക്ക് കാര്യങ്ങൾ കിട്ടുന്നിടത്തേക്ക് ഞാൻ ഓടിപ്പോവുകയാണ്. എല്ലാ വ്യക്തികൾക്കും ഈ സ്വഭാവമുണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കണം, മക്കളെ അത് ശരിയല്ല. അതിനെ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാകും. ദിവസം ഒരു വ്യക്തി എന്നോട് പറയായിരുന്നു, ഒരച്ഛൻ, കത്തോലിക്ക അച്ഛൻ പറയായിരുന്നു, അവരുടെ അവിടെ അവരിങ്ങനെ കാണിക്ക പോലെ എല്ലായിടത്തും എല്ലാ വിശുദ്ധന്മാരുടെ മുമ്പിൽ കാണിക്ക ഇടുന്നുണ്ട്. മാതാവുണ്ട്, വിശുദ്ധന്മാരുണ്ട്, എല്ലാവരുടെയും ഉണ്ട്, യേശുക്രിസ്തുവിൻ്റെ ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരെണ്ണം ഈ അച്ഛൻ അവിടെ പ്രത്യേകം വെച്ചതാന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കി ആരെത്രയൊക്കെ ഇടുമെന്ന്. കാശ് കളക്ട് ചെയ്യാൻ നോക്കിയപ്പം തുറന്നപ്പോൾ എന്താണ്, ഗിവരി സഹതയുടെ അവിടെ വലിയ കാശ്, നല്ല കാശുണ്ട്, മാതാവിൻ്റെ അവിടെ കാശുണ്ട്, ബാക്കി വിശുദ്ധന്മാരുടെയും കുറച്ച് കാശുണ്ട്. ശേഷിൻ്റെ അവിടെ നോക്കിയപ്പോൾ 10 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നെന്ന്. ഒരു കണക്ക് സത്യമായിരിക്കണം. കാരണം എന്ന് ചിന്തിച്ച് നോക്കിക്കേ, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ നമ്മൾ അടയാളങ്ങളും നമ്മുടെ ആവശ്യങ്ങളും മാത്രം അന്വേഷിച്ചിട്ട് ഈ ദൈവവുമായിട്ടുള്ള ഉറ്റബന്ധം, അതായത് ഇത് ദൈവം കാണുന്ന പോലെ കാണുമ്പോൾ, നമ്മൾ കാണുന്ന പോലെയല്ല, ദൈവം കാണുന്ന പോലെ കാണുമ്പോൾ ദൈവത്തിന് ദുഃഖമാണ്. കാരണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹം മുഴുവനും കൊടുത്ത് വീണ്ടെടുത്ത ഈ മക്കളെ എന്നെ സ്നേഹിക്കുന്നതിന് പകരം കാര്യം കാണാൻ വേണ്ടി മാത്രമായിട്ടുള്ള വ്യക്തികളായി മാറുന്നുണ്ടോ? സഭകൾ മുഴുവനും അഴിച്ചു പണിയണോ? ഭവനങ്ങൾ, വീട് മുഴുവനും അഴിച്ചു പണിയണം. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും അഴിച്ചു പണിയാൻ തക്കവണ്ണം സത്യവചനത്തിൻ്റെ ആത്മാവ് എന്നും ചോദിച്ചു വാങ്ങിക്കണം. ഇഷ്ടംപോലെ ദൂതുകൾ കേൾക്കുന്ന ഒരു സമയമാണ്. പക്ഷേ വചനാടിസ്ഥാനത്തിൽ, അതുകൊണ്ട് തന്നെയാണ് വചനം എടുത്തു വെച്ച് ഞാൻ വായിക്കുന്നത്. വചനാടിസ്ഥാനം. സകലതും മാറിപ്പോയാലും, ആകാശം ഭൂമിയും നീങ്ങിപ്പോയാലും എൻ്റെ വചനം മാറിപ്പോകത്തില്ല എന്ന് കോൺസ്റ്റൻ്റായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെയും നമ്മുടെ അടുത്ത തലമുറയും നമ്മൾ പഠിപ്പിക്കണം. ആദ്യം നമ്മൾ തന്നെ പഠിക്കുകയാണ്. ഡിസേണിങ് ഓഫ് ടൈംസ്, ടൈം അറിയുക, സമയം അറിയുന്നതിന് ദൈവം ചില വാഗ്ദത്തങ്ങൾ വചനത്തിൽ തന്നിട്ടുണ്ട്. സയൻസ് ഓഫ് ദ ടൈംസ്,
ഇസാഖാർ എന്ന് പറയുന്നവരാണ് ഇസ്രായേലിലെ ഉൽപ്പത്തി നമ്മൾ നോക്കുമ്പോൾ യാക്കോബിൻ്റെ 5ാമത്തെ പുത്രനാണ് ഇസഖറിനെ കുറിച്ച് പറയുന്നത് അവനൊരു സ്ട്രോങ് ഡോങ്കി എന്നാണ്, ഒരു ബലമുള്ള കഴുത എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അവനൊരു പ്രത്യേകതയുണ്ട്. ഹി ഹാസ് ഗോട്ട് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സീസൺസ് ആൻഡ് ടൈംസ്. കാലഗതികളെക്കുറിച്ച് പ്രത്യേകം അറിയാനുള്ള കൃപയിട്ട് കൊടുത്തിരുന്നു, അറിവ്, നോളജ് ഇട്ട് കൊടുത്തിരുന്നു. ഇത് ദൈവം ഇട്ട് കൊടുത്തതാണ്. ഇത് ചിലർക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്ന കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഡിസേണിങ്ങിനകത്ത് ദൈവം പറയുന്നതിനകത്ത് ഈ ഉൽപ്പത്തി 49:14-15 പറയുന്നത് ഇങ്ങനെയാണ്. 49:14 ഇസ്സാഖാർ അസ്ഥി ബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും അവൻ ചുമടിന് ചുമൽ കൊടുത്തു. അവിടെ അങ്ങനെയാണ് പറയുന്നത്. ഊഴിയത്തിന് ദാസനായി തീർന്നു. അത്രയും മാത്രമാണ് ഇസഖറെ. എന്നാൽ ഇസഖറിനെ കുറിച്ച് 1 ദിനവൃത്താന്തം 12 ഇങ്ങനെ 32-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇസഖറിനെ കുറിച്ച്, ഇസ്സാഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേര്. അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. ഇതാണ് നമുക്കില്ലാത്തത്. നമ്മുടെ കുടുംബങ്ങളിൽ കാലങ്ങൾ വിളിച്ചു പറയാൻ ഇതാണ് തലമുറയിൽ അടുത്തതാണ്, നമ്മുടെ അടുത്ത തലമുറ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണമെന്ന് വിളിച്ചു കൂട്ടാൻ ആളുകളില്ലാതെ പോയിരിക്കുന്നു. ഇതൊരു കഴിവാണ്, ദൈവം ഇട്ടുകൊടുത്തതാണ്. ഇങ്ങനെ ഒരു കഴിവ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടായിരിക്കണം. ആര് കൊടുത്ത കഴിവായിരിക്കണം? ദൈവം കൊടുത്ത കഴിവ്. ദൈവം കൊടുത്ത കഴിവ് മിസ്യൂസ് ചെയ്യരുത്. അതാണ് ഇസഖാറിൻ്റെ കഴിവ്. ആ ഇസഖാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാലഗതി അറിയാവുന്ന ആ അറിവ് ദൈവം കൊടുത്തതിനാൽ ഇസഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണം, അതായത് ഒരു ഗോത്രമാകുന്ന ഇസ്രായേൽ മുഴുവൻ എന്ത് ചെയ്യണം എന്നുള്ള അറിവ് ആകാൻ കഴിവുള്ളവർ അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. 200 പേർക്ക് ദൈവം ഈ കഴിവിട്ടു കൊടുത്തിരുന്നു. നമ്മുടെ മക്കൾക്കുണ്ടോ, നമുക്കുണ്ടോ, നമ്മുടെ ഭർത്താവിനുണ്ടോ ചോദിക്കാം. നമ്മുടെ ചേർച്ചിലുണ്ടോ, സഭകളിലുണ്ടോ, നമ്മളെവിടെയാണ് ഈ വരാൻ പോകുന്നതിന്? ഇപ്പോൾ 2026 മുമ്പിൽ എന്ത് വരും എന്നൊക്കെ പ്രോഫസീസ്, ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോഫസീസ് വായിക്കാമല്ലോ. മാറ്റമില്ലാത്ത പ്രോഫസീസ് വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ പുതിയ പ്രോഫസിക്ക് എല്ലാം ആവശ്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാറൂല. അതിൽ ഉറച്ചു നിൽക്കുന്നതാണെന്ന് വിശ്വാസം വരണമെങ്കിൽ നമുക്കും ഡിസേണിങ് സ്പിരിറ്റ് വേണം, അറിയാനുള്ള കഴിവ്. അവിടെ വെച്ച് നിർത്താം. അവിടെ എവിടെ ഓടി നടക്കുന്നത് നിർത്തി വെച്ച് വേദപുസ്തകം എടുത്ത് തുറന്ന് വായിച്ച് നോക്കിയാൽ, ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ ഓരോ വാക്യങ്ങൾ എടുത്ത് തന്നെ വായിക്കുന്നത് ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ വല്ല നിയമം എടുത്ത് വാഗൊണ്ട് പറയുന്നതുകൊണ്ട് ആകൂല. ഈ ബ്രിങ് ദ ബുക്ക്. കോൺട്രാക്ട് ലോ ആണെങ്കിൽ കോൺട്രാക്ട്, സിവിൽ ലോയ്ക്കാണ് സിവിൽ ലോയുടെ, മാരേജിനാണെങ്കിൽ മാരേജിൻ്റെ ലോ, കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് കൊണ്ടുവന്നുകൊണ്ട് വായിച്ചിട്ട് അതാണ് അവർ ജഡ്ജസ് എഴുതി തരുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടം പോലും ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ലോകത്തിലുള്ള നിയമത്തിന് സ്ഥിരതയുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ തന്ന നിയമമാണ് ഈ വേദപുസ്തകം. ഇത് ജീവനുള്ള നിയമമാണ്. അതാണ് പറയാൻ. അത് പറയാൻ എന്നോട് നിർബന്ധം ദൈവം മാറ്റി വെച്ചത് കൊണ്ട് തന്നെയാണ് ഈ വചനം ഇങ്ങനെ പറയുന്നത്. നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നുചെല്ലാം. കർത്താവേ, കൃപയും കാലജ്ഞന്മാരായ കഴിവുമുള്ളതിനും സമയവും സമയത്തിൻ്റെ കാലങ്ങളും കാലഗതികളും അറിയുവാൻ നീ ഒരു കൂട്ടത്തെ തന്നെ ഇസ്സഖാർ എന്ന് പറയുന്ന യാക്കോബിൻ്റെ 5ാമത്തെ പുത്രനാണ്, ലേയിൽ ഉണ്ടായിട്ടുള്ള മകനാണ്. അവരുടെ ഗോത്രത്തിനാണ് ഈ കഴിവ് കൊടുത്തത്. ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സഭയിൽ കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് ഈ ഒരു കൃപയും ദൈവത്തിൻ്റെ ആത്മാവും ഞങ്ങളുടെ സഭകളിലെ കുടുംബങ്ങളിലെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവമാണ് ഈ ഒരു കഴിവിട്ട് തന്നിരിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് കേൾക്കുവാനും അനുസരിക്കുവാനും അത് ആ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പം കർത്താവേ, അവർ വന്ന് നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനുള്ള ആളുകളെ കൊടുക്കും. കർത്താവേ, ഒരു ഓർഡർ എന്താണ് ഇസ്രായേൽ ജനത ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ട് ഇസ്സാഖാറിൻ്റെ 200 പേരെ ദൈവം തിരഞ്ഞെടുത്ത ജ്ഞാനികളുണ്ടായിരുന്നു. നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെ ജ്ഞാനികളുണ്ടോ കർത്താവേ? സഭകളിലുണ്ടോ കർത്താവേ? നിന്നോട് ചോദിക്കുകയാണ്. ആരുടെ അടുക്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാലാണ്, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാലാണ് ഈ കാലഗതികളെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ തരുന്നത്? ഇന്നേ ലോകം
ദിനം പ്രതി നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. എന്നാൽ മാറ്റമില്ലാത്തൊരു വചനമുണ്ടല്ലോ, ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും എന്നാലും എൻ്റെ വചനം മാറിപ്പോകത്തില്ല. അപ്പോൾ ഇത് അഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. എന്നാൽ അഴിയാത്തതായ സ്ഥിരതയുള്ള ഒരു കാര്യമുണ്ട്, അത് നിൻ്റെ വചനമാണ്. ഉറച്ച പാറയാകുന്ന നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ച് കടന്നു വരുന്നു. നാഥൻ്റെ ആത്മാവ് ഹേമിച്ച് മക്കളൊക്കെ വഴിതെറ്റി അവിടെ ഇവിടെ അലഞ്ഞ് നടക്കുക അപ്പച്ച. ഈ അലച്ചിൽ നിർത്തിയേച്ച് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ദിവ്യ സ്നേഹം നിൻ്റെ മാർവോട് ചേർത്ത് കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നീ വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരു മാഗ്നറ്റ് എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത്, അതുപോലെ ഞാൻ ആകർഷിപ്പിച്ചു കൊള്ളാം. അത് നിൻ്റെ ജോലിയാണ്. വചനം പറയുക, ഞാൻ ചെയ്യുന്ന കർത്താവ് വിശ്വസ്തയോടെ അത് ചെയ്യുകയാണ്. അനേക കുടുംബങ്ങളിൽ ഇത് കടന്നു വന്നിട്ട് പ്രകാശമാക്കി മാറ്റണം. കാലങ്ങളും കാലഗതികളും അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ പല കുടുംബങ്ങളിലും സമാധാനം വന്നേനെ അപ്പച്ച. അത് ആർക്കും അറിഞ്ഞുകൂടാ. മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരും. എന്നാലും നീ കരുതുന്നു, ദൈവമേ ഇന്ന് മുതൽ എൻ്റെ ആത്മാവിൻ്റെ വിവേചനാത്മാവിനെ ഇട്ട് കാലവും കാലഗതിയും മനസ്സിലാക്കിയിട്ട് വിവേകത്തോടെ കുടുംബത്തെ നയിപ്പാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആൺമക്കൾക്ക് വിവേകം കൊടുക്കണം. സ്ത്രീകൾ കുടുംബത്തിൻ്റെ ആ വിളക്കായിട്ട് നിന്ന് കുടുംബം പണിതെടുക്കാനുള്ള കൃപയിട്ടു കൊടുക്കും. തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ശാശ്വത ഭുജം വെച്ചിരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണം. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.